യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ട നല്ല പ്രബോധനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. അല്പസമയത്തെ ഒരു ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Therefore I say to you, whatever things you ask when you pray, believe that you receive them and you will have them. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട, അതുമായി കണക്ട് ചെയ്തപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മളിന്ന് പകൽക്കാലം കേട്ടത്. The portion that we heard today is something connected to what Jesus said, the kingdom of God. ഈ ശബ്ദം എന്ന് പറയുന്നത്, ഈ വചനം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വചനമാണ്. These words that we heard were spoken by the creator of the universe, our Lord Jesus Christ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഈ വചനം നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. So confidently we can believe in this word. ഇതേ ലോകത്തിലെ ഏതെങ്കിലും ബൈബിൾ സ്കോളറിൻ്റെയോ അല്ലെങ്കിൽ ഫിലോസഫറിൻ്റെയോ ഏതെങ്കിലും പാസ്റ്ററിൻ്റെയോ പ്രീസ്റ്റിൻ്റെയോ വേർഡല്ല, ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്തത്വമാണ്. These are not the words of a scholar, a priest or any philosopher in this world, but this is a promise by our Lord Jesus Christ. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അതിൻ്റെ തൊട്ട് മുമ്പിൽ 20 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല, സമയക്കുറവ് മൂലം. The context of this verse we can understand from verse 20 onwards, which we are not reading now. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ അതിനെ ഇല്ലായ്മ ചെയ്യും, അല്ലെങ്കിൽ അവിശ്വാസം നീക്കാനായിട്ടുള്ള ഒരു വേദവാക്യം കൂടെയാണിത്. The verse that we heard is what Jesus was trying to put away unbelief from his disciples. അപ്പോൾ കർത്താവ് ഇവിടെ ഒരു അത്തിയെ ശപിച്ചതായിട്ട് നമുക്ക് കാണാം. So we see that Jesus cursed a fig tree. അപ്പോൾ ശിഷ്യന്മാർ നോക്കിയപ്പോൾ ആ അത്തി, കർത്താവ് ശപിച്ച അത്തി ഉണങ്ങിപ്പോയതായിട്ട് നമ്മൾ കാണുന്നു. So when the disciples looked, they saw that the fig tree which Jesus cursed has withered away. കർത്താവ് ഇവർക്കതൊരു വളരെ ഒരു അത്ഭുത ഒരു എന്താ പറയുന്ന ഒരു ആശ്ചര്യമായിട്ട് തോന്നി. And they were amazed at what Jesus had done. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. And that is when Jesus said to them, have faith in God. ഇന്ന് പകൽക്കാലം എത്ര പേർ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു? Today how many of you are fully believing in the Lord? ഡിവൈൻ അഷുറൻസിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ ഒരു വാക്തത്വമാണ് ഈ വചനം എന്ന് പറയുന്നത്. This word that we heard is part of the divine assurance of God, from God. അപ്പോസ്തലനായ പോൾ 2 കൊരിന്ത്യയിൽ എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ് എന്നത്രേ. We read in 2 Corinthians chapter 1, written by Apostle Paul, that how many ever promises there are from God, they are yes through Christ. കർത്താവ് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് യെസ് എന്ന് തന്നെയാണ്. Whatever God has spoken to you is yes. കർത്താവ് നിങ്ങളെ ഈ ദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശബ്ദം കേട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ തന്നെ ചെയ്യും. If God has brought you to this land and you have heard his voice, then God will fulfill what he has spoken. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനോട് കേട്ടതുപോലെ ഒരു ഗ്രേറ്റ് മിറക്കിളിനായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മളിന്ന് പകൽക്കാലമായിരിക്കാം. Just as we heard before, we have to expect a great miracle from God. ഇതൊരു മാനുഷിക വചനമല്ല, ഇത് ദൈവിക വചനമാണ്. This is not a word from man but from God. ഈ വചനത്തിന് ദൈവശക്തി ഉണ്ട് അതിനകത്ത്. This word has the power of God in it. കർത്താവ് പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാകുവാനിടയായി തീർന്നു. When God said let there be, everything was there. ആമേൻ. രാത്രി ഉണ്ടാകട്ടെ പകൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. When he said let there be night, let there be day, it happened just as what he spoke.
എല്ലാ ക്രിയേഷനും കർത്താവിന്റെ ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായത്. All creation came from the voice of God. ഇല്ലായ്മയിൽ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. Our Lord is the one who brings things out of existence. അതുകൊണ്ട് പകൽക്കാലം ഈ ദൈവവചനം ദൈവിക ശബ്ദമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. So this word of God we have to receive as from the voice of God. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയല്ല, കർത്താവ് നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റെടുക്കുക. You should not receive this as if I was speaking to you, but as if God was speaking through me to you. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അവിശ്വാസത്തിന്റെ എല്ലാ മണ്ഡലങ്ങളും ഹൃദയത്തിൽ നീങ്ങി മാറട്ടെ. Today all the layers of your unbelief has to be removed from your heart. കർത്താവ് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. In verse 23 the Lord Jesus says, ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഈ മലയാളം, ഇംഗ്ലീഷ്. Verse 23, for assuredly I say to you, whoever says to this mountain, be removed and be cast into the sea, and does not doubt in his heart, but believes that those things he says will be done, he will have whatever he says. ഇത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വചനമാണ്. This is a word that increases our faith. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസം കുറവുണ്ടെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലയെ നോക്കി അത് പറയുന്ന പകൽ നീങ്ങിപ്പോകുവാനിടയായിത്തീരും. Today if you're lacking faith, you can say to the mountain in front of you and say, be removed, and it will be removed. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന മലകളെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, ഈ മല നീങ്ങിപ്പോകും. Today you have to look at the problems that are like mountains in your life and say, today this will be removed away. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. With faith you have to say. കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. With faith in the name of the Lord you have to say that. ഒരിക്കലും നടക്കത്തില്ല എന്ന് തോന്നുന്ന മലകൾ നീങ്ങിപ്പോകുവാനിടയായിത്തീരും. That all the mountains that we thought would never happen will be removed. എനിക്കറിയത്തില്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലകൾ എന്തൊക്കെയാണെന്ന്. I don't know whatever mountains you're facing in your life. ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ജോലിയായിരിക്കാം. Maybe it might be a job you have not received. ഒരുപക്ഷെ നിങ്ങളുടെ PR ആയിരിക്കാം. It might be your PR. ഒരുപക്ഷെ നിങ്ങളുടെ പൊസിഷൻ ആയിരിക്കാം. Or it might be your positions. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയായിരിക്കാം. Or it might be your offspring. ഒരുപക്ഷെ നിങ്ങൾ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. Or maybe you're praying for a house. ആമേൻ. നിങ്ങളുടെ ജോലിയിലെ പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. Or maybe you're praying for a promotion in your job. നല്ലൊരു ജോലിക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. Maybe you're praying for a good job. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും, whatever it may be, ആമേൻ, ഇന്ന് പകൽക്കാലങ്ങൾ സംശയിക്കാതെ, without doubt, ആമേൻ, വിശ്വസിച്ചുകൊണ്ട്, with faith, ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോവാ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. when you say for this mountain to be removed into the sea, it will ആമേൻ. happen. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലകൾ മാറിപ്പോകട്ടെ. Today all the mountains will be removed. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ മലകളും നീങ്ങി മാറട്ടെ. In the name of Jesus, let every mountains be removed. എല്ലാ അസാധ്യങ്ങളും സാധ്യമായി തീരട്ടെ. Let all the impossibilities become possible. എല്ലാ ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. Let all the weakness be removed in Jesus' എല്ലാ name. ശരീര ബലഹീനതകളും യേശു നാമത്തിൽ നീങ്ങി മാറട്ടെ. Let all weakness of the body be removed in Jesus' name. എല്ലാ സിക്നസ് യേശു നാമത്തിൽ വിട്ടു മാറട്ടെ. Let all sickness be removed in Jesus' നിങ്ങൾ name. വാ തുറന്ന് കൺഫസ് ചെയ്ത് പറഞ്ഞാട്ടെ. And you have to confess with your mouth. നിങ്ങൾ ഇന്ന് വാ തുറന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് പറഞ്ഞാട്ടെ. Today you have to confess and declare with your നിങ്ങൾ mouth. ഫേസ് ചെയ്യുന്ന ആമേ കാര്യങ്ങൾ വാ തുറന്ന് ഇന്ന് പകൽക്കാലം ഈ സഭാമധ്യേ പറഞ്ഞാട്ടെ. You are in the midst of this church, you have to confess regarding the thing you have in your life. വിശ്വാസമായി പറഞ്ഞാട്ടെ. With faith you have to say against the mountain. അത് സംഭവിക്കുക തന്നെ ചെയ്യും. And then it will happen. അത് ലഭിക്കുമെന്ന് വിശ്വസിച്ചാട്ടെ. And you have to believe that you will receive it. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, Today when you pray, ആമേൻ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, when you begin to believe, അത് സംഭവിക്കുവാനിടയായി തീരും. it will begin to happen. ഹല്ലേലൂയ. Hallelujah. അപ്പോസ്തലനായ പൗലോസ് 276 പേരുള്ള കപ്പൽ റോമിലേക്കുള്ള കപ്പൽ യാത്ര ചെയ്യുമ്പോൾ, When Apostle Paul was traveling on a ship with 276 people with him, അവര് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു പോയി. they were involved in a shipwreck. മരണത്തിന് താഴേക്കൂടെ അവർ കടന്നുപോയി. They went through the valley of death. ഒരിക്കൽ രക്ഷപ്പെടുവാൻ സാധ്യതയില്ലായിരുന്നു. And there was no possibility that they would escape. എന്നാൽ അന്ന് അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, But that night when Apostle Paul was praying in the presence of the Lord, ആമേൻ, കർത്താവിന്റെ ദൂതൻ അനലിയ ദർശനത്തിൽ വരുവാനിടയായി തീർന്നു. the angel of the Lord appeared to him in a vision. ആമേൻ, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല എന്ന് പറയുവാനിടയായി തീർന്നു. And the angel said, no harm will come on anyone's life. ഹല്ലേലൂയ, സ്തോത്ര. ശബ്ദത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെ വിശ്വസിക്കുകയാണ്. And Apostle Paul firmly believed in that word. അപ്പോസ്തലനായ പൗലോസ് അവരോട് ശക്തമായിട്ട് ഇത് വിളിച്ചു പറയുവാനിടയായി തീർന്നു. And Apostle Paul declared that to them.
ആമേ അപ്പോസ്തലനായ പൗലോസ് അത് വിശ്വസിക്കുവാൻ ഇടയായി And തീർന്നു. Apostle Paul believed what the angel spoke to ഇന്ന് him. പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. And today when I'm saying that to you, I'm believing as well. ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുക മാത്രമല്ല ഞാനത് വിശ്വസിക്കുന്നു. I'm not only making you all believe, but I'm also believing in it. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു നമ്മൾ വിശ്വസിക്കേണ്ടതാകുന്നു. Apostle Paul said, since we have to believe, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. and I believe in God, നമ്മുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. that I believe that no harm will come to anyone's life. അതുപോലെ സംഭവിപ്പാനിടയായി തീർന്നു. And just as the apostle said, it happened. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്ന മലകളെ നോക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. So against the mountains in your life, you have to pray. ഒരു പാസ്റ്റർ നിങ്ങളുടെ അടുത്തൊന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. There is no need for a pastor to come and pray for you. നമ്മൾ ഇന്ന് പകൽക്കാലം എത്രയോ വചനങ്ങൾ കേട്ടിരിക്കുന്നു. We have heard many words from the Lord. ആ വചനം നമ്മുടെ അകത്ത് ജീവനായി പരിണമിക്കട്ടെ. And that word should come as life to അത് us. വിശ്വാസമായി പരിണമിക്കട്ടെ. And it should transform as faith അത് to us. പ്രൊഡക്റ്റീവായി കാണപ്പെടട്ടെ. That word should be productive in our lives. ഇന്ന് വചനം കേട്ടിട്ട് മടങ്ങി പോകുന്നവരായിട്ടല്ല. You shouldn't be people who leave with the word. ആമേൻ. നാളെ ഇത് ഞാൻ കാണുമെന്ന് വിശ്വാസത്താൽ പോകട്ടെ. But you have to leave this place with faith that you will see this ഞാൻ ഇതിന്റെ solution. റിസൾട്ട് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഇവിടുന്ന് പോയാട്ടെ. Today you have to say that I will see the result, and you have to leave this place. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഇവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജെയിംസ് ചാപ്റ്റർ 1 വേർഡ്സ്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ യാക്കോബ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇതുമായി 1-ാം അധ്യായം അതിൻ്റെ സ്തോത്രം അതിൻ്റെ 5-ാമത്തെ വാക്യം. James chapter 1 verse 5. ആമേൻ. If any of you lacks wisdom, let him ask of God, who gives to all liberally and without reproach, and it will be given to him. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷയത്തിന്മേൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ നിങ്ങൾക്കൊരു ജ്ഞാനം കുറവാണെങ്കിൽ സംശയിക്കാതെ ദൈവത്തോട് ചോദിച്ചാട്ടെ. Today, whatever situation it may be, maybe you're studying for something and you need wisdom for that, you can ask that from the Lord. അല്ലെ ഒരുപക്ഷെ നമുക്ക് ആ മേഖലയെ എത്തിപ്പിടിക്കുവാൻ പറ്റാത്തതായിരിക്കാം. Maybe it may be a place where you cannot reach. എന്നാൽ ഇവിടെ കർത്താവിന്റെ ദാസൻ ദൈവവചനത്തിൽ കൂടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് ചോദിക്കട്ടെ. But here the apostle says that you let him ask of God, who gives to all liberally. അവൻ ഔദാര്യമുള്ള ദൈവമാണ്. God gives with liberality. അവൻ മഹാകരുണയുള്ള ദൈവമാണ്. He is a God with great mercy. അവൻ ദയയുള്ള ദൈവമാണ്. He is a God with great kindness. അവന്റെ കയ്യിൽ പുരാതന സമ്പത്തും മാനവുമുണ്ട്. And he has all the wealth and honor with him. പ്രോവർബ്സ് അല്ലെങ്കിൽ സദൃശവാക്യത്തിൽ നമ്മൾ അപ്രകാരം വായിക്കുന്നു. And we read such in that manner in Proverbs. അവന്റെ കയ്യിൽ സമ്പന്നത്തിന് ഒരു കുറവുമില്ല. There is no lack of wealth with God. അവൻ ധാരാളമായി തരുവാൻ കഴിയുന്ന ദൈവമാണ്. He is a God who is able to give abundantly. ഇന്ന് പകൽക്കാലം കർത്താവിലൂടെ നമുക്ക് പ്രബോധനത്തിൽ കേൾപ്പാൻ അത് ഇടയായി. And today we heard that in the morning through pastor as well. അതുകൊണ്ട് ഇവിടെ യാക്കോബ് പറയുന്നു, അങ്ങനെ ഔദാര്യമേ ദൈവത്തോട് യാചിച്ചാൽ. So here the apostle James says, if you ask of God who gives liberally. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. And it says, and it will be given to him. അതിനകത്ത് ഒരു മാറ്റവുമില്ല. And there is no change in that. ലഭിക്കുമെന്ന് പറഞ്ഞാൽ ലഭിച്ചിരിക്കും. If it says that you will receive, then you will receive it. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. And you have to believe that. നിങ്ങളുടെ കഴിവുകളെ കർത്താവിന് കൊടുത്താട്ടെ. Give your abilities to the Lord. നിങ്ങളുടെ എബിലിറ്റിയെ കർത്താവിന് സറണ്ടർ ചെയ്താട്ടെ. Surrender your abilities to the Lord. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. And God will do miracle for you. നിങ്ങളുടെ യാതൊരു കേപ്പബിലിറ്റിയും കർത്താവിന് വിഷയമല്ല. God doesn't care about your capabilities. നിങ്ങളുടെ സകല വീക്ക്നെസ്സും അറിയുന്ന ഒരു കർത്താവാണെന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ഉള്ളത്. He is the Lord who knows all of our weaknesses. ലഭിക്കുമെന്ന് പറഞ്ഞാൽ ലഭിച്ചിരിക്കും. And if he says that you will receive it, then you will receive it. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. But let him ask in faith with no doubting. നിങ്ങളിന്ന് സംശയിക്കുന്നവരായി തീരല്ല. Today you shouldn't be people who doubt. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പാടില്ല. In your life you shouldn't have doubts. അതുകൊണ്ട് ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകുന്ന പടകിൽ, so when Jesus was traveling with the disciples across the shore on a boat, കർത്താവ് ഉറങ്ങിപ്പോയി. Jesus fell asleep. വലിയ തിരയും കാറ്റും കോളും വന്ന് പടക് ബോട്ട് ആടി ഉലയുവാൻ ഇടയായി തീർന്നു. And the boat was tossed to and fro from the storm. ശിഷ്യന്മാർക്ക് തോന്നി ഞങ്ങൾ ഇപ്പോൾ മരിച്ചു പോകുമെന്ന് തോന്നി. And the disciples thought that they will die in that moment. അവരെ കർത്താവിനെ തട്ടി വിളിച്ചുണർത്തി. And they woke up the Lord and said, നാഥാ, ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ലയോ? Master, don't you care that we are perishing? ഇന്ന് പകൽക്കാലം നിങ്ങൾ പിറുപിറുക്കുന്നവരായി തീരല്ല. Today you shouldn't be people who complain. ആമേൻ. പലപ്പോഴും നിങ്ങൾ പിറുപിറുപ്പിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. Maybe in your life there may be events of murmuring and grumbling. ആമേൻ. കർത്താവ്, നാഥാ, ഞങ്ങൾ നശിച്ചു, നിനക്ക് വിചാരമില്ലയോ ചോദിച്ചു പോയിട്ടുണ്ട്. Maybe you have said, Master, don't you care that we are perishing?
കർത്താവേ എന്തുകൊണ്ട് ഇതൊക്കെ അനുവദിക്കുന്നു എന്ന് ചോദിച്ച പല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. Maybe there may be moments in your life where you ask, Lord, why did you allow this into my എന്നാൽ life? ദൈവവചനം പറയും നിങ്ങൾ സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിച്ചാട്ടെ. But the word of God says, without doubt, ഇത് with faith ask. ദൈവത്തിന്റെ വചനമാണ്. And this is the word of God. ആമേൻ. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ കർത്താവ് കണ്ടിട്ട്, And when Jesus saw the unbelief of the disciples, ഭീരുക്കളെ നിങ്ങളിങ്ങനെ ഹല്ലേലൂയ അവിശ്വാസമുള്ളവരായി തീരല്ലേ. he said to them, you fearful ones, why do you have no faith? അവരെ ഭീരുക്കളെന്നാണ് വിളിക്കുന്നത്. He called them people with fear. അവിശ്വാസമുള്ളവനെ ഭീരുവായിട്ടാണ് കർത്താവ് കാണുന്നത്. The Lord sees those who have unbelief as those who are afraid. നമ്മളെ നോക്കി കർത്താവ് ഒരിക്കലും നമ്മൾ ഭീരുവാന്ന് പറയുവാൻ ഇടവരല്ല. The Lord should not look at us and say that we are people who are afraid. നമ്മൾ വിശ്വാസം ഡിക്ലെയർ ചെയ്യുന്നവരായിരിക്കണം. But we should be those who proclaim faith. കർത്താവ് പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്താ? Jesus said, oh, you of little faith, why are you becoming fearful? കർത്താവ് ആമേൻ ഹല്ലേലൂയ കാറ്റിനെയും കടലിനെയും തിരകളെയും ശാസിക്കുവാനിടയായി. And then Jesus calmed the storm. അതിന്റെ പവറിനെ റിബ്യൂക്ക് ചെയ്യുവാനിടയായി. And he rebuked the power of that storm. ഇന്ന് പകൽക്കാലങ്ങളുടെ ജീവിതത്തിലെ പവറുകളെ നിങ്ങൾ റിബ്യൂക്ക് ചെയ്യുന്നവരായി തീരണം. And you should be able to rebuke the powers. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും ദൈവം കൊടുത്തിരിക്കുന്ന അതോറിറ്റി അതാണ്. And that is the authority God has given to all those who believe in the Lord Jesus Christ. ഈ അതോറിറ്റി ഒരു പ്രത്യേകമായി പാസ്റ്ററിന് കൊടുത്തതല്ല. And this authority hasn't been given specially to a pastor. ആമേൻ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. And we read in the word of God, ആമേൻ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. that those who believe, you will see these signs. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. These signs will accompany those who believe. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് അവിശ്വാസത്തോടെ ഒന്നും ചോദിക്കുവാനിട വരല്ലേ. So today without unbelief we have to ask. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തരണേ തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. Today when you begin to pray, you shouldn't pray, Lord give me, give me. എന്നെ ബ്ലെസ് ചെയ്യണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. You shouldn't pray to the Lord, Lord bless me and bless എന്നെ me. ബ്ലെസ് ചെയ്തതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. But you have to pray, Lord thank you for blessing me. എന്നെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം പറയണം. You have to give thanksgiving to the Lord for എന്റെ തലമുറയെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം പറയണം. You should say thank you for blessing my children. എന്റെ ജോലിയെ ബ്ലെസ് ചെയ്തതിനായി സ്തോത്രം പറയണം. You should say thank you for blessing my job. നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പ്രതിസന്ധികൾ വിട്ടുപോകാനിടയായി തീരും. And then the problem of your workplace will leave. നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം പറയണം. When you go to your offices, you have to say thank you Lord for blessing me. നിങ്ങൾ അങ്ങനെ സ്തോത്രം പറയുമ്പോൾ And when you begin to give thanksgiving, അവിടെ നിൽക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ മാറിപ്പോകുവാനിടയായി then തീരും. all the powers of darkness will leave. അവിടേക്കുന്ന അധികാര തലങ്ങൾ അതിന്റെ ആ പവർ ഓഫ് ഡാർക്ക്നെസ് അത് ഇല്ലാതായി തീരും. And the power of darkness will be cast away from authority. ആമേൻ. ദൈവിക സാന്നിധ്യം ഓഫീസിനകത്ത് ഇറങ്ങി വരുവാനിടയായി തീരും. And then the presence of God will come in your office. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന സിംഹത്തിന്റെ ഹല്ലേലൂയ ആ പോലെ അലറുന്ന ആമേൻ ഹല്ലേലൂയ മാനുഷിക ശബ്ദങ്ങളെ ദൈവം ഇല്ലാതാക്കുവാനിടയായി തീരും. And all the humanly voices that sound like roaring lions, God will close the mouth of those lions. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾ സമയത്തിൽ ചുരുക്കി ഞാൻ എൻ്റെ വാക്കുകളുടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And I'm concluding my words here. അല്ലേ, അതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ സംശയിക്കുവാൻ പാടില്ല. So the word of God says you shouldn't doubt. യാക്കോബ് ഇപ്രകാരം പറയുന്നു. And the apostle James says, ആമേൻ, അതിന്റെ ഹല്ലേലൂയ 7-ാമത്തെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നാൽ അവനൊന്നും സംശയിക്കാതെ ആ വാക്യം വായിച്ചാൽ. But let him ask, verse 6, but let him ask in faith with no doubting, for he who doubts is like a wave of the sea, driven and tossed by the wind. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. The word that we read says, he who doubts is like a wave of the sea, driven and tossed by the wind. നിങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ അവിശ്വാസം വന്നാൽ ഒന്നും നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. When you begin to have doubt and when you have unbelief, you won't be able to receive anything. സംശയമുള്ളവർക്ക് ജീവിതത്തിൽ ഒന്നും നേടുവാനായിട്ട് കഴിയത്തില്ല. Those who have doubt in their life will not receive anything. നമ്മൾ വിശ്വാസമുള്ളവരായി മുമ്പോട്ട് യാത്ര ചെയ്യണം. But we have to journey forward as those with faith. ഇന്നു മുതൽ ഈ മാസം ഫെബ്രുവരി 1 മുതൽ നമ്മൾ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാം. From this first day of February, we have to go forward with faith. വിശ്വാസത്തോടെ കർത്താവിന്റെ നാമത്തിൽ ചോദിച്ചാട്ടെ. And with faith you have to ask in the name of the Lord. ആമേൻ. കർത്താവ് തന്റെ ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തെ ഡിപ്പാർച്ചറിന് മുമ്പായിട്ട്, Before the Lord departed from this world, ക്രൂശുമരണത്തിന് മുമ്പായിട്ട്, before his crucifixion, കർത്താവ് ഇപ്രകാരം ഒരു വാഗ്ദത്തം തന്നിട്ട് പോയി. the Lord Jesus gave a promise and said, കർത്താവ് ഇപ്രകാരം പറയുവാനിടയായി. and he said, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഇന്നുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. he said, till now you haven't asked anything in my name. ആമേൻ. ഇന്നു മുതൽ നിങ്ങൾ ഇനി ചോദിക്കണം.
But now onwards you have to ask in my name. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ, And when you begin to ask in my name, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്, so that the Father may be glorified in the Son. ആമേ ഹല്ലേലൂയ, കർത്താവ് അത് ചെയ്തു തരുവാനിടയായിത്തീരും. And the Lord will do it for us. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. This is a promise from God. ആമേ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നവരായി തീരട്ടെ. You should be those who ask in the name of the Lord. വെറുതെ ചോദിക്കുന്നവരായി തീരട്ടെ, കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നവരായി തീരട്ടെ. You shouldn't ask simply, but you should ask in the name of the വെറുതെ Lord. എന്തെങ്കിലും പിറുവിറുക്കുന്നവരായി തീരാതെ കർത്താവിന്റെ നാമത്തിൽ ചോദിച്ചാട്ടെ. You shouldn't be those who complain, but you have to ask in the name of ആമേ the നിങ്ങളുടെ Lord. വേദനയുള്ള ശരീരഭാഗങ്ങളിൽ നിങ്ങൾ കൈതൊട്ട് ചോദിച്ചാട്ടെ, സൗഖ്യം ചോദിച്ചാട്ടെ. All the body parts which are paining for you, touch there and pray to the Lord and ask in His name. അല്ല, ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. And our faith has to increase. നിങ്ങളുടെ വിശ്വാസത്തിന്റെ തലം ഇന്ന് പകൽക്കാലം മാറട്ടെ. And the level of your faith has to be changed. ആമേൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? The Lord Jesus said, if you ask for a bread, will the person receive a stone? ആമേൻ. മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? And if you ask for an egg, will you receive a snake? മുട്ട ചോദിച്ചാൽ മുട്ട തന്നെ തരും. If you ask for an egg, you will receive an egg. അപ്പം ചോദിച്ചാൽ അപ്പം തന്നെ തരും. If you ask for a bread, you will receive the bread. അങ്ങനെ ഈ ലോകത്തിലെ പിതാക്കന്മാർ നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നുവെങ്കിൽ, And if the fathers of this world give to the children what they want, തന്നോട് ഈ കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും? so Jesus said, those who ask for the Holy Spirit, how much more will they receive it? ആമേൻ. വിശ്വാസത്തിന്റെ അടുത്ത തലമാണ് പരിശുദ്ധാത്മാവിനെ ചോദിക്കുക എന്നുള്ളത്. The next level of faith is asking for the Holy Spirit. നിങ്ങൾ ഹോളി സ്പിരിറ്റിനെ ചോദിക്കുന്നവരായി തീരണം. You should be those who ask for the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, And when you begin to ask for the Holy Spirit, നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം വർദ്ധിക്കുവാനിടയായി then the Holy Spirit will begin to work in you. നിങ്ങൾ ആത്മാവുമായിട്ട് ക്യാരി ചെയ്യുമ്പോൾ, And then when you carry His Spirit, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളെ കർത്താവ് മാറ്റുവാനിടയായി. all the problems in front of you, God will remove that. നിങ്ങൾക്ക് എന്ത് എവിടെ ആരോട് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. That the Holy Spirit will remind you what you have to speak to so and so person. ഇന്ന് പകലിൽ ഈ വചനത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ സങ്കല്പങ്ങളെ യേശുനാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. And I'm cancelling here in the name of the Lord every preconception against the word of ഈ God. വചനഹൃദയത്തിനകത്തേക്ക് കടന്നു വരാൻ കഴിയാതെ പ്രയാസപ്പെടുത്തുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ശാസിക്കുന്നു. I rebuke all the powers of darkness that is blocking the word of God. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടിച്ചു കയറട്ടെ. Let this word of God break through into അത് your heart. റിസൾട്ടായി വെളിപ്പെടട്ടെ. And let it come as a result. അല്ലെങ്കിൽ എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. There's something you have to do before we begin to pray. ആമേൻ. നമ്മൾ വായിച്ച കുറിവാക്യത്തിന്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. The Lord Jesus says in the word that we read that when you begin to pray. മർക്കോസ് 11:25 ആണെന്ന് എൻ്റെ ഓർമ്മ. Mark chapter 11 verse 25. And 25. അപ്പോൾ സ്വർഗ്ഗസ്ഥലങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. And when you stand praying, forgive if you have aught against any, that your Father also which is in heaven may forgive your trespasses. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ കൃപാസനടുത്ത് നിൽക്കുമ്പോൾ, When you begin to pray and go near the throne of grace, നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, if you have to forgive against any person, നിങ്ങൾ അവരോട് ക്ഷമിച്ചേ മതിയാകും. then you have to forgive that person. നിങ്ങളുടെ ഫാദറിനോട് നിങ്ങൾ ക്ഷമിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേ മതിയാകും. If you haven't forgiven your own father, you have to forgive him. നിങ്ങളുടെ മദറിനോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേ മതിയാകും. If you haven't forgiven your mother, you have to forgive her. നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേ മതിയാകും. If you were not able to forgive your husband, you have to forgive him. നിങ്ങളുടെ വൈഫിനോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേ മതിയാകും. If you weren't able to forgive your wife, you have to forgive her. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് ക്ഷമിച്ചേ If you മതിയാകും. weren't able to forgive your children, you have to forgive them. നിങ്ങളുടെ നെയ്ബേഴ്സിനോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. If you weren't able to forgive your neighbors, you have to forgive them. നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ അവരോട് നിങ്ങൾ ക്ഷമിക്കണം. If there's anyone in your office against you, you have to forgive them. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കണം എന്ന് പകൽക്കാലം. Today you have to examine your own lives. ആരോടെങ്കിലും നിങ്ങൾക്ക് വല്ല കയ്പോ വിരോധമോ ഉണ്ടെങ്കിൽ, That if there is any bitterness against anyone in your heart, അവരോട് നിങ്ങൾ ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. then you have to forgive that person. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചില്ല നിങ്ങളുടെ ബ്ലെസ്സിങ്ങിന് തടസ്സമായി തീരുവാനിടയായി. Because if you do not forgive, then it will be a hindrance to your blessings. ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. And the Lord Jesus spoke two things. ഒന്ന്, നിങ്ങൾ വിശ്വാസമുള്ളവരായി തീരണം. One thing is that you need to have faith. നിങ്ങളുടെ ഹൃദയത്തിൽ അവിശ്വാസം കടന്നു വരാതെ, സംശയം കടന്നു വരാതെ വിശ്വാസമുള്ളവരായി തീരണം. That without letting unbelief or doubt enter into your heart, you have to have faith. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ നിൽക്കും ആരോടെങ്കിലും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. And the second thing the Lord said is that if you have to forgive against anyone, you have to forgive them. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. Today we are here because of the Lord forgiving
forgive our own sins. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതാണ്. But God forgive our sins. അവൻ ഓൾറെഡി നിങ്ങളുടെ പാപങ്ങളെ അവൻ ക്രൂസിൽ ഏറ്റെടുത്തതാണ്. And He took all your sins on the cross. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയണം. So we should be able to forgive others. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ എല്ലാം ഇന്ന് പകൽക്കാലം നീക്കുവാനിടയായി തീരും. And when you begin to forgive others, then God will remove your ആമേൻ. sins. തടയപ്പെട്ട എല്ലാ ബ്ലെസ്സിങ്ങുകളും പകൽക്കാലം വരുവാനിടയായി Then തീരും. all the blessings which are blocked will come to you. ഇതുവരെ ഉള്ള അസാധ്യമായ എല്ലാ സാധ്യമായി തീരുവാനിടയായി തീരും. And all the things that were impossible to you will become ഇന്ന് മുമ്പിൽ possible. നിൽക്കുന്ന എല്ലാ മലകളും നീങ്ങിപ്പോവാനിടയായി തീരും. And all the mountains that were before you will be cast into നിൽക്കുന്ന the എല്ലാ sea. പ്രതിസന്ധികളും നീങ്ങിപ്പോവാനിടയായി And തീരും. all the problems in front of you will be removed away.